ഇവിടെ വലിയ സൗകര്യം ഇല്ലായിരുന്നു കഞ്ഞിയൊക്കെ വെക്കാനേ, റോഡിൻ്റെ സൈഡിൽ. അതുകൊണ്ടാണ് വെക്കുന്ന വീഡിയോ ഒന്നും കാണിക്കാൻ. നമ്മൾ കഞ്ഞി വെച്ചിട്ടുണ്ട് കുക്കറിനകത്ത്. ഇത്രയും നാൾ ഹോട്ടൽ ഫുഡൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വെച്ചൊക്കെ കഴിക്കണം. ഹോട്ടൽ ഫുഡൊന്നും അത്ര എന്നും കഴിക്കുന്നത് അത്ര ശരിയൊന്നുമല്ല. നമ്മൾ ഇടയ്ക്കൊക്കെ കഴിക്കും. ഓരോ നാട്ടിൽ പോകുമ്പം ആ നാടിൻ്റെ തനതായ ഫുഡൊക്കെ നമ്മൾ കഴിക്കും, അത് പരിചയപ്പെടുത്തും. കഞ്ഞി വെച്ചിട്ടുണ്ട്, പക്ഷേ വെള്ളം വെച്ചിട്ട് കുറഞ്ഞു പോയി കഞ്ഞിക്ക്. കഞ്ഞിയും മാങ്ങാച്ചാറുണ്ട്, അടിപൊളി മാങ്ങാച്ചാറേ. അമ്മോന് ഇത്ര മതിയോടാ? അത് മതി. അത് തരാം. നല്ല സൂപ്പർ മാങ്ങാച്ചാറ് വീട്ടിൽ നിന്ന് ഇട്ടുണ്ടോ. നല്ല അടിപൊളി മാങ്ങാച്ചാറുണ്ട്, ആണല്ലോ. അടിപൊളി മാങ്ങാച്ചാറ് വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ടോ. നല്ല സൂപ്പർ കഞ്ഞി മാങ്ങാച്ചാറും. ഇതിൽ കൂടുതലെന്ത് വേണ്ടേ? പിന്നെ പാചകമൊക്കെ ഞാൻ തന്നെ, അടുക്കളപ്പണിയൊക്കെ ചെയ്ത് മടുത്തു. ഇതിൽ നിന്ന് എന്നാണ് ഒരു മോചനം എനിക്കറിയില്ല. ഈ വീടിൻ്റെ അകത്തളത്തിൽ എന്നെ തളച്ചിട്ടേക്കുന്നെന്ന് പറയുന്ന പോലെ എന്നെ ഇവിടെ തളച്ചിട്ടേക്ക്. ഒരു മോചനവും ഇല്ല, അടുക്കളപ്പണി മാത്രം. ഉപ്പില്ല. അച്ചാർ ലീക്കായിട്ടുണ്ട്, കയ്യിലായി. ക്യാമറ വുമൺ പറയുന്നതേ, നിങ്ങൾ വലിയ പ്രവാസി ഇല്ലയോ, നിങ്ങളവിടെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ അടുക്കളപ്പണി ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കും എന്നൊക്കെ നിങ്ങൾ പറയുന്ന തെള്ളല്ലയോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ബൂസ്റ്റ് ചെയ്ത് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കും. വളരെ വൈകിയാണ് എനിക്ക് മനസ്സിലായത്. ഇത് എന്നെ കളിയാക്കി എന്നെക്കൊണ്ട് പണി ചെയ്യിപ്പിക്കാമെന്ന് വളരെ വൈകിയാണ് മനസ്സിലായത്. എന്തായാലും ഉപ്പിട്ടിട്ടുണ്ടോ നോക്കട്ടെ. ഉപ്പും കൂടെ വന്നപ്പോഴേ അടിപൊളി. ഇനി നമ്മൾ തൃശ്ശൂരിലെ പല വീഡിയോകൾ വരും, വെറൈറ്റി വീഡിയോകൾ വരും. നിങ്ങൾ കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം. ഒരുമിച്ച് നമുക്ക് മുന്നേറാം. സൈനിങ് ഓഫ്, നൗഷാദ്.